സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുന്ന ഇടതുപക്ഷം അധികാരത്തിലേറിയതിനു ശേഷം അദ്ദേഹത്തെ ഈ ഒരു പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പരിപാടി മറിച്ചുള്ള പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ പി രമേശ്, സംസ്ഥാന സെക്രട്ടറി ശ്രീ ടി ഡി ഭരതൻ, പാലക്കാട് OBC മോർച്ച ജില്ലാ അധ്യക്ഷൻ ശ്രീ KP വത്സരാജ്, മഹിളാ മോർച്ച ജില്ലാ അധ്യക്ഷ മോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ AK കയ്യ ഉൾപ്പെടെയുള്ള ജില്ലാ ഭാരവാഹികളെ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം അറിയിച്ച് സാദരം ക്ഷണിച്ചുള്ളൂ. അക്രമങ്ങൾ എതിരായിട്ട് നമ്മളിവിടെ സമരങ്ങൾ വെച്ചിട്ടുള്ളതാണ്. ഈ സമരം ഇനോഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള നമ്മുടെ സംസ്ഥാന സെക്രട്ടറി, അതേപോലെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ മുഴുവൻ നമ്മുടെ പാർട്ടിയുടെ, നമുക്കിവിടെ ഒരു സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ പോലീസുകൾ പിണറായി വിജയന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് ഇവിടെ കളിക്കുന്നത്. 16 കസ്റ്റഡി മരണങ്ങളാണ് ഈ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 16 കസ്റ്റഡി മരണങ്ങൾ. പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാൾ നിരപരാധിയാണോ അപരാധിയാണോ എന്ന് മർദ്ദിത മുറ കൊണ്ടല്ല മനസ്സിലാക്കേണ്ടത്. അതിന് ഒരുപാട് ശാസ്ത്രീയമായ കാര്യങ്ങൾ ഇന്ന് കേരളത്തിലെ പോലീസിലുണ്ട്. പക്ഷെ കേരളത്തിലെ പോലീസ് സേനയിൽ ഒരാളെ നിരപരാധിയാണോ അല്ലെങ്കിൽ ആള് കുറ്റവാളിയാണോ എന്ന് പരിശോധിക്കുന്നത് നിരപരാധികൾ പോലും കുറ്റം ഏറ്റെടുക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ട്. അല്ലെങ്കിൽ കാക്കി ഉടുപ്പ് ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണ് ഈ കാക്കി ഉടുപ്പ് എന്നാണ് സാധാരണഗതിയിൽ പോലീസുകാരുടെ. ഒരു പ്രതിയായാലും അല്ലെങ്കിൽ നിരപരാധിയായാലും അയാളെ മർദ്ദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തിരിച്ചു മർദ്ദിക്കാൻ പോലീസ് ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കും, പോലീസിന്റെ കയ്യിലുള്ള വലിയൊരു ഷീൽഡ് ഉണ്ട്. അതുപോലെ തന്നെ പോലീസിന്റെ ദേഹത്ത് എന്തെങ്കിലും തരത്തിൽ പരിക്ക് പറ്റാതിരിക്കുന്നതിനുള്ള കവചങ്ങൾ ചതുക്കുന്ന ഒരു ഫോട്ടോ, ഒരു വീഡിയോ നമ്മൾ കണ്ടു. 2021 നടന്ന ഏതറ്റം വരെ ദൈവത്തിന്റെ ഏതറ്റം വരെ പോകാൻ തയ്യാറായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ ആ ചിത്രമാണ് നമ്മളെല്ലാവരും കണ്ടത്. ഞെട്ടിക്കുന്ന ചിത്രമാണ്. പോലീസ് ജീപ്പ് നിറക്കുന്നു. ഒരാൾ മാത്രമല്ല ആക്രമിക്കുന്നത്, നിരായുധരായ ഒരു ചെറുപ്പക്കാരനെ 4 ഇതെന്ത് ന്യായമാണ് നിങ്ങൾ കാട്ടുന്നത്? ഞാൻ ചോദിക്കട്ടെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പോരടിക്കാൻ